SKSSFിൻ്റെ ഔദ്യോഗിക വിഭാഗമായ ഇസ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികൾ ഗ്രൗണ്ടിൽ വിതരണം ചെയ്യുന്നുണ്ട്. 3 CD ഉൾക്കൊള്ളുന്ന ഒരു കിറ്റ് അതിന് 80 രൂപയാണ്. ഞാനത് പറയാനുള്ള കാരണം അതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ശംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ അനുഭവം മുഴുവനും. രണ്ടാമത്തെ കാര്യം ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സംഘാടകർ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം തൊട്ടടുത്തൊക്കെ കല്യാണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാരണം വലിയ സമ്പത്ത് ചെലവഴിക്കാൻ സംഘാടകരില്ലാത്തത് കൊണ്ട് കൂടിയാണ്. വലിയ ഒരു ബാധ്യത ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പരിപാടി വലിയൊരു ദഅവത്താണ്, വലിയ ഒരു അമലാണ്. കാരണം നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയവർ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് ലൈവായി നമ്മോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ തറയിട്ടാൽ പ്രദേശത്തെ ശ്രദ്ധിക്കുകയാണ്. SKSSFിൻ്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇവിടെ ഈ പരിപാടി പുറം ലോകത്തെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പുതിയ സംവിധാനം കൊണ്ട് നമ്മളിവിടെ പറയുന്ന ഈ പരിപാടി ഇതേ സമയത്ത് ഗൾഫ് രാജ്യത്തുള്ളവരൊക്കെ അവരവരുടെ റൂമുകളിൽ നിന്നും അവരുടെ മൊബൈലുകളിൽ നിന്നുകൊണ്ടും കണ്ടും കേട്ടും ഈ സദസ്സിനോടൊപ്പം ചേരുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നൂറുദ്ദീൻ തങ്ങളാണ് അതിൻ്റെ ആളായി ഇവിടെ ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ പരിപാടി ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഗൾഫുകാർക്കൊരു ലീവ് കിട്ടുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും നമ്മുടെ സംഘടനാ പ്രവർത്തകരും നമ്മുടെ വിരോധികളടക്കം ഇപ്പോൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടാവും. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ഈ തറയിട്ടള പ്രദേശത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയും ഞങ്ങളുടെയും സദുദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പരിപാടിക്ക് ദുആ ചെയ്യാനും ആമീൻ പറയാനും ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മോടൊപ്പം ചേരുന്ന അവരുടെ ആമീനിൽ പങ്കെടുക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് ഒരു ഊർജം കൊടുക്കാൻ നല്ലൊരു സംഖ്യ നിങ്ങൾ സ്വതക്കയായി നിർവഹിക്കണം എന്ന് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കരുതണം, നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തകർ വരും ഒരു ബക്കറ്റുമായി, അല്ലെങ്കിൽ ഉസ്താദ് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടും. അപ്പോൾ ആ സമയത്ത് നല്ലൊരു സംഖ്യ, ഒരു 100 രൂപ ഒന്നും കുറയണ്ട, അതൊരു വെറുതെ ആവില്ല. കാരണം നമ്മളൊരു പക്ഷേ അതൊരു കുറഞ്ഞ 2 മൊബൈൽ ഫോണിൽ 2 പ്രാവശ്യം അത് റീചാർജ് ചെയ്യുന്ന പൈസ പോലും അതില്ല. അപ്പം അതുകൊണ്ടൊരു 100 രൂപയെങ്കിലും മനസ്സിൽ കരുതി നിങ്ങൾ നിൽക്കണം, ഈ സദസ്സിലേക്ക് കൊടുക്കണം. അള്ളാഹു ആ സ്വദഖയുടെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ശംസുൽ ഉലമാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, സമസ്തയുടെ ആലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം ഈ തറയിട്ടള പ്രദേശത്ത് നടത്തേണ്ടി വന്നത്. ഈ പ്രദേശത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി റമളാന്റെ മുമ്പായി നിർവഹിക്കണമെന്ന് മനസ്സിലാക്കി കേരളത്തിലെ എല്ലാ പ്രദേശത്തും വിശദീകരണ സമ്മേളനങ്ങളാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജാബിർ ഉദവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ കുറഞ്ഞ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പരിപാടികളാണ് SKSSFിൻ്റെയും SYSൻ്റെതുമായി എല്ലാ സ്ഥലത്തും നടക്കുന്നത്. സമസ്തയുടെ പ്രസംഗികന്മാർക്ക് ആർക്കും ഒരു ഒഴിവും കിട്ടാത്ത എല്ലാവരും ഈ പരിപാടിയിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്.
മഴക്കാലമാണ്, റമദാന്റെ മുമ്പാണ്, തിരക്കുണ്ടാകും. എന്നാൽ പോലും പരിപാടികൾ നടത്തുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? പ്രത്യേകിച്ച് LDF അധികാരത്തിൽ വരുമ്പോൾ SKSSFന്റെ ആളുകൾ ഭൂരിഭാഗവും UDFകാരാണ്, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ ആളുകളാണ്. കുറച്ചൊക്കെ എവിടെയെങ്കിലും സമസ്തന്റെ ആളുകൾ LDFകാരുണ്ടെങ്കിലായി. അപ്പൊ അധികാരത്തിൽ വന്നത് LDF ആണ്. പിണറായി വിജയനാണ് രാജ്യത്തിന്റെ കേരള സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ആഘോഷങ്ങളെക്കാൾ അപ്പുറത്ത് അർപ്പണബോധത്തോടുകൂടി കാര്യങ്ങൾ നട്ടല് നിവർത്തി നെഞ്ചു വിരിച്ചു പറയാൻ മുന്നോട്ട് വരുന്നത് SKSSF ആണ്. എന്താ SKSSF ഇത് പറയാനുള്ള കാരണം? ഇത് വിശദീകരിക്കാൻ മാത്രം എന്താ ഉള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ? അതിന്റെ ഒരു കാരണമാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ്. മണ്ണാർക്കാട് റിസൾട്ടാണ് ഇത് വിശദീകരിക്കാൻ കാരണമായത്. കേവലം മണ്ണാർക്കാട് ഒരു ശംസുദ്ദീന്റെ വിജയമല്ല. അത് മുസ്ലിം ലീഗിന്റെ UDFന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതല്ല മണ്ണാർക്കാട്. മണ്ണാർക്കാട് ഒരുപാട് മെസ്സേജ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മറുപടിയാണ്. അള്ളാഹിന്റെ ദീനിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും രാഷ്ട്രീയ ദുഷ്ടലാക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർക്കുള്ള കനത്ത താക്കീതാണ്. മതപണ്ഡിതന്മാരുടെ റോള് നിർവഹിക്കാതെ പച്ച തറ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കേരളം തിരിച്ചടിക്കും എന്നതിന്റെ കനത്ത താക്കീതാണ്. എന്റെ കയ്യിലാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയ പടച്ച തമ്പുരാൻ പോലും ഞാൻ പറഞ്ഞതേ സ്വീകരിക്കൂ എന്ന് അണികളെ പഠിപ്പിച്ചെടുത്ത പണ്ഡിത വേഷധാരിക്കുള്ള കനത്ത തിരിച്ചടിയാണ്. 313 ആംബുലൻസ് എന്ന് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ യാഥാർത്ഥ്യം അതായിരിക്കാം. 313 വെള്ള ഇന്നോവ കാർ ബുക്ക് ചെയ്ത് എയർപോർട്ടിൽ നിന്നുകൊണ്ട് മണ്ണാർക്കാട്ടേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണ്. ഖുതുബിയത്തും നാരിയത്തു സ്വലാത്തും മജ്ലിസുൻ നൂറിന്റെ പാരടിയും ഉണ്ടാക്കിക്കൊണ്ട് അള്ളാന്റെ ദീനിന്റെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സാധാരണക്കാരുടെ മുമ്പിൽ തെറ്റായി പ്രചരിപ്പിച്ചവർക്കുള്ള അടച്ച രൂപത്തിലുള്ള മറുപടിയാണ്. സ്ഥാനാർത്ഥി നട്ടല് നിവർത്തി ആദർശം പറഞ്ഞാൽ മുടിയാട്ടക്കാരന്റെ കപടനാട്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്ഥാനാർത്ഥി തയ്യാറായാൽ തന്റെ കൂടെ ജനങ്ങളുണ്ടാകും എന്ന പാഠം മറ്റു സ്ഥാനാർത്ഥികൾക്ക് കൂടി നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരുപാട് മെസ്സേജ് നൽകപ്പെടുന്നതാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ്. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് വിജയിച്ചു എന്നതിന്റെ പേരിൽ SKSSFകാർക്ക് പ്രത്യേകിച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ല. SKSSFകാർ യൂത്ത് ലീഗിന്റെ വേദിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും. കാരണം കൂടുതലും യൂത്ത് ലീഗുകാരും ഒക്കെയാണ് SKSSFകാർ. അവരെങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തും, പരാജയപ്പെട്ടവർക്ക് നേരെ മുദ്രാവാക്യം വിളിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ SKSSF എന്താ ഇതിൽ ഇടപെടേണ്ട കാര്യം? ഞങ്ങൾ ഇടപെടുന്നില്ല, സമസ്ത ഇടപെടുന്നില്ല. കാരണം സമസ്തക്ക് ഇടപെടേണ്ട കാര്യമില്ല, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലെ തന്നെ ഇടപെടേണ്ടാത്തവർ ഇടപെട്ടാൽ ഇടപെടരുത് എന്ന് പറയാൻ SKSSF ഉണ്ടാവും. പണ്ഡിതന്മാരുടെ റോൾ എന്താ? മതം പഠിപ്പിക്കലാണ്. പണ്ഡിത സംഘടനകളുടെ മതസംഘടനകളുടെ ഉത്തരവാദിത്തം എന്താ? മതം പ്രചരിപ്പിക്കലാണ്. പള്ളി ഉണ്ടാക്കി പള്ളികളിൽ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്, മദ്രസ ഉണ്ടാക്കി മദ്രസയിൽ ഇൽമു പഠിപ്പിക്കേണ്ടത്, ദർസ് ഉണ്ടാക്കി ദർസിൽ കിതാബ് ഓതി കൊടുക്കേണ്ടത്, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടത്, ആ പണിയാണ് പണ്ഡിത സംഘടനകൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉള്ളത്. അതവർ നിർവഹിക്കുന്നുണ്ട്. അതൊരു കുറവുമില്ലാതെ നിർവഹിക്കുന്ന ഒരു മഹാനുണ്ട്. രണ്ടും ഒരേ സമയത്ത് കൈകാര്യം ചെയ്ത് കുറ്റമറ്റ വിധിയിൽ പ്രവർത്തിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. രണ്ടും കൂടി കൂട്ടിക്കുഴക്കാൻ അദ്ദേഹം വന്നിട്ടില്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. ആ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നാളിതുവരെ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ എവിടെയും പങ്കെടുത്തുകൊണ്ട്
എൻ്റെ സംഘടന സുന്നിയാണ്, അതുകൊണ്ട് ഖുതുബ അറബിയിലാണ് അവർ ഓതുന്നത്, അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമേയം പാസ്സാക്കണം, ഖുതുബ അറബി ഭാഷയിലാവണം, പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടത് മുസ്ലിം ലീഗിന്റെ വേദിയിലല്ല. സമസ്ത കേരള ജമയത്തുലമയുടെ മുഷാവറ കൂടുന്ന സമയത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കോണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മുഷാവറ ഫത്വ കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മതപണ്ഡിതന്മാർ ചെയ്യേണ്ടത് എന്താണെന്ന് മതപണ്ഡിത വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുകാർ പറയുന്നു, കാണിക്കുന്നു. രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയപരമായി എങ്ങനെ പ്രവർത്തിക്കണം, ആരെ തോൽപ്പിക്കണം, ആരെ വിജയിപ്പിക്കണം എന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയുന്നു. അത് രണ്ടും രണ്ട് വിധത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറ്റമറ്റ വിധത്തിൽ സുതാര്യമായി, വ്യക്തമായി, കൃത്യമായി. അത് രണ്ട് സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ കഴിയുന്നു. കേരളത്തിൽ പണ്ഡിത സംഘടനകൾ ധാരാളമുണ്ടല്ലോ, രാഷ്ട്രീയ സംഘടനകളുണ്ട്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളെ ജുമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടുമോ? അല്ലെങ്കിൽ ഖുതുബിയ്യത്ത് ഓതാൻ പറ്റുമോ പറ്റില്ലേ എന്ന് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിച്ചാൽ നമ്മൾ വെറുതെ വിടുമോ? കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പണി അതല്ല, CPM-ന്റെ പണി അതല്ല. എന്ന പോലെ തന്നെ പണ്ഡിത സഭകൾ ചേർന്നുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, ഇന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്ന് പറയാൻ മതപണ്ഡിത സംഘടനകൾക്ക് അധികാരമില്ല. അവർ ചെയ്യേണ്ട പണി വേറെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു പണ്ഡിതനായി ചമഞ്ഞ് രംഗത്ത് വന്ന് കണ്യത്തുസ്താദിന്റെ ഗുരുത്തക്കേട് സമ്പാദിച്ച ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, ശംസുദ്ദീൻ കൊലയാളിയാണ്, അതുകൊണ്ട് കൊലയാളിയായ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം. കാന്തപുരം പറയുക മാത്രമല്ല, അണികളെ മുഴുവനും കൂട് തുറന്നു വിട്ടു. നാടാകെ പുകിലാണ്. എന്തെല്ലാം പ്രചരണങ്ങളാ നടത്തിയത്, കൂട്ടുപ്രാർത്ഥനകൾ. അതൊക്കെ ബഹുമാനപ്പെട്ട ജാബിർ ഉദവിയോടെ കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ ആ വിധത്തിലൊക്കെ നടത്തിയിട്ടുള്ള പ്രചരണം എന്തിന്റെ പേരില? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പാഠം നൽകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റു, LDF വിജയിച്ചു. അതൊരു പുതിയ പ്രക്രിയ അല്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവർക്കറിയാം. ചരിത്രത്തിന്റെ ആവർത്തനം. കഴിഞ്ഞത് UDF ആണ്, ഈ കൊല്ലം LDF ആണ്. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. വികസനമൊന്നുമല്ല കേരള ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വികസനത്തിനെങ്ങാനും വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 140 സീറ്റോടുകൂടി തിരിച്ചു വരണമായിരുന്നു. വിപ്ലവമാണ് UDF കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇവിടെ വികസനം നടത്തിയത്. എവിടെയെല്ലാം ടാറിടാൻ പറ്റുമോ അവിടൊക്കെ ടാറിട്ട് റോഡുണ്ടാക്കി. ഏതെല്ലാം പാലം നന്നാക്കാൻ പറ്റുമോ അവിടൊക്കെ പാലുണ്ടാക്കി. ഏത് ചെറിയ ആളുകൾക്ക് പോലും പെൻഷൻ, ഏത് കുഗ്രാമത്തിൽ പോലും പെൻഷൻ എഴുതി കൊടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നാടാകെ ഓടി നടന്നു. അതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്റെ അഭിപ്രായം. SKSF-നും സമസ്തക്കും ഇതിൽ അഭിപ്രായമില്ല, ഞാൻ വ്യക്തിപരമായി പറയുന്നുണ്ട് മാത്രം. നല്ല ഭരണമാണ് UDF കാഴ്ചവെച്ചത്. പക്ഷേ വോട്ട് കിട്ടാത്തതിന്റെ കാരണം വളരെ പ്രധാനമായി നൈമിഷികമായ, വൈകാരികപരമായി ജനങ്ങളോട് ചില മെസ്സേജുകൾ കൊടുത്തു. BJP അധികാരത്തിൽ വരുന്നു, അതുകൊണ്ട് BJP ശക്തിപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ LDF-നെ മാത്രമേ ചെറുക്കാൻ സാധിക്കൂ എന്നൊരു മെസ്സേജ് വ്യാപകമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ പ്രചരിച്ചു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കാലങ്ങളോളമായി സംഘപരിവാർ സംഘടനകളെ കൊണ്ടും കൊടുത്തും വെട്ടും കുത്തിയും തകർന്നും ചോരക്കളമുണ്ടാക്കിയും പടകം പൊട്ടിച്ചും ബോംബെറിഞ്ഞും മലപ്പുറത്തിയും ഫാസിസത്തെ ശക്തിപ്പെടുത്തിയതാണ് അവർ ചെയ്തത്. കണ്ണൂർ ജില്ലയിൽ എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാൻ മാത്രം RSSകാരുണ്ട്. എന്താ കാരണം? കൊണ്ടും കൊടുത്തും വളർത്തിയതാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൽ അവർ ചെറുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനല്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിലെ UDF-ലെ
നിലപാടുകൾ ശരിയല്ല എന്നൊരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുള്ള ഒരു മെസ്സേജ് അറിഞ്ഞോ അറിയാതെയോ പ്രചരിച്ചു. അതാണ് ഭരണം നഷ്ടപ്പെട്ട് LDF അധികാരത്തിൽ വരാനുള്ള കാരണം. അതെന്തോ ആകട്ടെ, അതേത് ഭരണം വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൽ പങ്കുവഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്ന പാഠത്തിൽ 139 മണ്ഡലത്തെയും SKSFനെയും സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുടെ ഭാഗമല്ല. പക്ഷേ മണ്ണാർക്കാട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ചയാണ്. എന്താ മണ്ണാർക്കാടിന്റെ പ്രത്യേകത? നമുക്കറിയാമല്ലോ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശംസുദ്ദീൻ എങ്ങാനും മണ്ണാർക്കാട് തോറ്റിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ പ്രകടനം എങ്ങനെയാകുമായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ. മഞ്ചേരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, മഞ്ചേരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KPA മജീദ് പരാജയപ്പെട്ടു, TK ഹംസ വിജയിച്ചു. അന്ന് മർക്കസു സഖാബത്ത് സുന്നിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരംഭിച്ച പ്രകടനം കുന്നമംഗലം ടൗണിലൂടെ കടന്നുപോയി. എന്താ പ്രകടനം നടത്തിയത്? KPA മജീദിന്റെയും ശിഹാബ് തങ്ങളുടെയും കോലമുണ്ടാക്കി പ്രദർശിപ്പിച്ചു. ചുമന്ന പൊടി സഖാഫിമാർ ശരീരത്തിൽ മുഴുവനും വാരി തേച്ചു. അങ്ങനെ വെള്ള ചോപ്പിലേക്ക് മാറി, സഖാവായി മാറി. അങ്ങനെ സഖാഫിയും സഖാക്കളും ചേർന്നുകൊണ്ട് പ്രകടനം നടത്തി. അന്ന് ഹിറ്റായ സിനിമാ പാട്ട് ലജ്ജാവതിയെ, അങ്ങനെ തലക്കെട്ട് കെട്ടിയ മൊലിയാമാര് ലജ്ജാവതിയെ തൊട്ടൊരുമി നിന്നാട്ടെ പാട്ട് പാടുക, പാരടി. അരീക്കോട് അങ്ങാടിയിലൂടെ പ്രകടനം നടത്തി. മയ്യത്ത് കട്ടിലുണ്ടാക്കി, ആ മയ്യത്ത് കട്ടിൽ ശിഹാബ് തങ്ങളുടെ കോലമുണ്ടാക്കി കിടത്തി. പോത്തിന്റെ പച്ച പെയിന്റ് അടിച്ചു, നടുറോട്ടിൽ കൊണ്ടുവന്ന അറുത്തു. അവിടെ വെച്ചുകൊണ്ട് തീ മൂട്ടി അടുപ്പുണ്ടാക്കി അവിടെ വെച്ചെന്ന് ഇറച്ചി വേവിച്ച് ചോറും വെച്ച് ഓരോ പാക്കറ്റ് ചോറും ഇറച്ചിയും തയ്യാറാക്കി എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അതിൽ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു, ഇത് ശിഹാബ് തങ്ങളുടെ കണ്ണോക്കിന്റെ ചോറാണ്. നഊദുബില്ലാ. മഹാനായ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശിഹാബ് തങ്ങളുടെ കണ്ണോക്ക് കഴിക്കാൻ മാത്രം മുന്നോട്ട് വന്നത് കേരളത്തിലെ ചരിത്രത്തിൽ CPM അല്ല, BJP അല്ല, രാഷ്ട്രീയ വിരോധികളല്ല. കണ്ണോക്ക് കഴിക്കാൻ അറിഞ്ഞുകൂടാത്ത CPMകാരെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തൂല. മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആളുകൾ ചെയ്തു കൂട്ടിയ വൃത്തികേടാണ് മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും മണ്ണാർക്കാട് ശംസു വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ കോലമുണ്ടാക്കി കാന്തപുരം സുന്നി കത്തിക്കുല്ലേ? ശിഹാബ് തങ്ങളുടെ കോലമുണ്ടാക്കി മയ്യത്ത് കട്ടിൽ വെക്കൂല്ലേ? മണ്ണാർക്കാട് വന്നതോടുകൂടി മുഖം കെടാൻ ഇനി ബാക്കിയില്ല. എന്തൊക്കെ വിജയിച്ചപ്പോഴും മണ്ണാർക്കാട് തോറ്റതോടുകൂടി ദുശകുനമായി. തല പൊക്കാൻ കഴിഞ്ഞില്ല. ബുക്ക് ചെയ്ത ഇന്നോവ ക്യാൻസൽ ചെയ്തു. ഏൽപ്പിച്ചവൻ പൈസ ചോദിച്ച് നടക്കുക. ഇപ്പോൾ ഇതുപോലെ നാണകെടാൻ ബാക്കിയുണ്ടോ? മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലേ? ഞാൻ ചോദിക്കട്ടെ വളരെ വ്യക്തമായി. SKSFനെ സംബന്ധിച്ചതും ചില സമയത്ത് ഞങ്ങൾ ഇടപെട്ട കേസുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇടപെടും. അത് ഇടപെടരുത് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. കാന്തപുരം സുന്നി വ്യക്തമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്ന രംഗത്ത് അത് പാടില്ല, അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ക്യാമ്പയിൻ നടത്താൻ എപ്പോഴൊക്കെ SKSFും SYSും സമസ്തയുടെ പ്രവർത്തകരും തയ്യാറായിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തിൽ ഫലം കണ്ടിട്ടുണ്ട്. ഒന്നാമതായി നടന്നത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് മഞ്ചേരി മത്സരിച്ചപ്പോൾ മർക്കഡു സഖാബത്ത് സുന്നിയുടെ മുമ്പിൽ കുന്നമംഗലത്ത് വെച്ചുകൊണ്ട് ജനാബ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രഖ്യാപനം നടന്നു. അദ്ദേഹം നാളെ നയം വ്യക്തമാക്കും. മാതൃഭൂമി എഴുതുകയാണ്, നാളല്ല. എന്നിട്ട് മാതൃഭൂമിയിൽ പറയുന്നു, അല്ല നാളെ, ലോട്ടറി കച്ചവടക്കാരനെ പോലെ നാളെ കാന്തപുരത്തിന്റെ പ്രഖ്യാപനം വരും. അവസാനം മല എലിയെ പ്രസവിച്ചു. എന്താ കാന്തപുരം പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നേരിടണം. അബ്രഹത്തിനെ പ്രവാചകൻ നേരിട്ടതുപോലെ നമ്മൾ മുസ്ലിം ലീഗിനെ നേരിടണം. അങ്ങനെ പറഞ്ഞു.
ചരിത്രത്തിൽ തെളിവെന്താ? ആനക്കലഹ സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചരിത്രത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണമെന്ന് കാന്തപുരത്തിന്റെ പ്രഖ്യാപനം. മാതൃഭൂമി 4 കോളം വാർത്ത പ്രസിദ്ധീകരിച്ചു. ഒന്നാമത്തെ പിശക്, അബ്രഹത്തിന്റെ കാലഘട്ടത്തിൽ ആനക്കലഹ സംഭവം നടക്കുന്ന സമയത്ത് പ്രവാചകൻ ഇല്ല. ഒരു നബിയുണ്ട്, മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്താണ്. ദുനിയാവിൽ ഭൂമിയിൽ ഒരു നബി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കാന്തപുരം പറഞ്ഞത് അബ്രഹത്തിന്റെ കാലത്ത് പ്രവാചകൻ നേരിട്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സുന്നികൾ നേരിടും. അപ്പൊ ചരിത്രം അറിഞ്ഞുകൂടാത്ത, അലംതറ കൈഫ പോലും ഓതാൻ അറിഞ്ഞുകൂടാത്ത, അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല, ഗുരുത്തക്കേട് കൊണ്ട് ഇൽമ മായ്ക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ് അന്ന് നമ്മൾ കണ്ടത്. അറിവില്ലായ്മയില്ല, പക്ഷെ അറിവ് ഫലമുണ്ടായില്ല. അന്ന് രണ്ടാമതൊരു മെസ്സേജ് അതിലൂടെ വന്നത് മുസ്ലിം ലീഗിനെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുന്നതാണ്. അബാബിൽ പക്ഷികളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനകളെ എറിഞ്ഞത്. ആനക്കലഹ സംഭവം നടക്കുന്നത് എന്ന പോലെ ആനക്കലഹ സംഭവം പോലെ മുസ്ലിം ലീഗിനെ ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ എറിഞ്ഞു കൊല്ലുന്നു. ഒരേറെന്താ ബാലറ്റ് പേപ്പറിൽ അരിവാളിന് വോട്ട് ചെയ്യുക, ആ വിധത്തിലാണ്. അന്ന് നാരിയത്ത് സ്വലാത്ത് ആ മർക്കസിൽ വെച്ചുകൊണ്ട് ചെല്ലിയത് 4444 നാരിയത്ത് സ്വലാത്ത്. സകല യതീം കുട്ടികളെയും സ്കൂൾ കുട്ടികളെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ടാണ് നാരിയത്ത് സ്വലാത്ത്. എന്നിട്ട് കൂട്ടുപ്രാർത്ഥന, സുലൈമാൻ സേട്ട് തോൽക്കണേ, സുലൈമാൻ സേട്ട് തോൽക്കണേ, സുലൈമാൻ സേട്ട് തോൽക്കണേ. അന്ന് അബദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു താളവത്തിൽ പെട്ടതിന്റെ പേരിൽ അന്ന് നാരിയത്ത് സ്വലാത്തിൽ പങ്കെടുത്ത ആളാണ് ഹസൻ സഖാഫിയും ഇസ്മായിൽ സഖാഫിയും ഒക്കെ. അവർ മർക്കസിലുള്ള സമയത്താണ് ഈ നാടകം അവിടെ നടക്കുന്നത്. പക്ഷെ വോട്ടെണ്ണിയ സമയത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം 1.25 ലക്ഷം. 1.25 ലക്ഷം സുലൈമാൻ സേട്ട് വിജയിച്ചു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ MLA മാർക്ക് നേരെ കാന്തപുരത്തിന്റെ പ്രഖ്യാപനം എന്താ പറഞ്ഞത്? കാന്തപുരം പറഞ്ഞു, മുജാഹിദാണ് ഇ ടി മുഹമ്മദ് ബഷീർ തോൽപ്പിക്കണം, മുജാഹിദാണ് സീതി ഹാജി പരാജയപ്പെടുത്തണം എന്ന് തുടങ്ങി മുസ്ലിം ലീഗിന്റെ ഭൂരിഭാഗം MLA മാരുടെയും പേരെടുത്തുകൊണ്ട് കാന്തപുരം പറഞ്ഞു പരാജയപ്പെടുത്തണം. അന്ന് SSFകാർ കൊടികെട്ടി നാടാകെ പ്രചരണം നടത്തി മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി. ആ തെരഞ്ഞെടുപ്പിലാണ് അന്ന് വരെയില്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി മുസ്ലിം ലീഗ് 19 MLA മാരെ നിയമസഭയിലേക്ക് അയച്ചത്. 19 MLA മാർ. അന്ന് വരെ മുസ്ലിം ലീഗിന് അത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്നൊക്കെ കാന്തപുരം അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശനം നടത്തി മുസ്ലിം ലീഗിനെയോ UDFനെയോ പരാജയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ? പേരെടുത്ത് പറയുക വഴി അത് ഒന്നൊരുങ്ങാൻ വേണ്ടി ആ പ്രദേശത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും SKSSFിലൂടെ വളർന്നവർ അന്ന് മുന്നോട്ട് വന്നു. അതുകൊണ്ട് ചെറുത്തു, അതിന് ഫലമുണ്ടായി. പൊന്നാനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്ന സന്ദർഭത്തിൽ യഥാർത്ഥ മാന്യദേഹത്തിന്റെ വലങ്കയ്യായ ഹുസൈൻ രണ്ടത്താണി മത്സരിച്ചു. ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുന്ന സമയത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഏതെല്ലാം മുന്നണി ബന്ധങ്ങളാ ഉള്ളത്? PDP ഒരു ഭാഗമായിട്ട് സഹകരണം, INL വേറൊരു ഭാഗമായിട്ട് സഹകരണം, വെൽഫെയർ പാർട്ടി ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ സഹകരണം. സകലമാന ലീഗ് വിരോധികളും ഒന്നിച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതെവിടെയാ? പൊന്നാനി. ആ പൊന്നാനി തെരഞ്ഞെടുപ്പിനെ നേരിട്ട സന്ദർഭത്തിൽ വൈലത്തൂർ തങ്ങളുടെ മുമ്പിൽ വന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വോട്ട് ചോദിച്ചു. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ ഒരു വോട്ടറാണ് വൈലത്തൂർ തങ്ങൾ. എല്ലാ വീട്ടിലും കയറുന്ന പോലെ വൈലത്തൂർ തങ്ങളുടെ വീട്ടിലേക്കും കയറി മൂപ്പരോട് വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാ കയറിയത്. അത് പോകാം, സ്വാഭാവികമാണ്. പക്ഷെ വൈലത്തൂർ തങ്ങൾ അതൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റി. അദ്ദേഹം ചായ കൊണ്ടുപോയി കൊടുത്തു, അദ്ദേഹം വെള്ളം കൊണ്ടുപോയി കൊടുത്തു ബഷീർ സാഹിബിന്. ഏതോ ഒരു വർത്തമാനത്തിനിടയിൽ ഗ്ലാസ് പൊക്കിയപ്പോഴേക്കും ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. വൈലത്തൂർ തങ്ങളെ പറഞ്ഞു, ഗ്ലാസ് പൊട്ടി, അതുകൊണ്ട് ഈട്ടിയും പൊട്ടും. കറാമത്ത മൂപ്പരെ മുമ്പ് കാണിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഈട്ടി പൊട്ടണ കോലം. സ്വലാത്ത് നഗറിൽ വെച്ചുകൊണ്ട് ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് നടന്നു. ആ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുസൈൻ രണ്ടത്താണി ആ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ MP വാ
MP വാ, ഹുസൈൻ രണ്ടത്താണിനോട് MP യോട് വരാൻ. അവസാനം MP പോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഹുസൈൻ രണ്ടത്താണി എല്ലാം പോയി. ഹുസൈൻ രണ്ടത്താണിനോട് MP വാ. ഖലീൽ ബുഖാരി തങ്ങൾ MP എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പൊന്നാകും. അതിന്റെ അർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട ഹുസൈൻ രണ്ടത്താണി MP-യാ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ വോട്ടെണ്ണി നോക്കിയപ്പോൾ ഉള്ള ചോറും ചക്കയിൽ ഒട്ടി, വോട്ടില്ല. കറാമത്തേടെ അന്ന് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് SKSF ചില ക്യാമ്പയിൻ നടത്തി. എന്താ കാരണം? കാന്തപുരത്തിന്റെ മുമ്പിൽ തെറ്റായ മെസ്സേജ്. അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, അയാൾക്ക് അടക്കം കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഒരുങ്ങിയിരുന്നു ചില ഭാഗത്ത്, രാഷ്ട്രീയപരമായി കൊണ്ടല്ല, കാന്തപുരത്തിന്റെ കപട നാട്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പക്ഷെ ഞങ്ങൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയം വരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തല്ല, ഹക്കിന് അനുകൂലമായി ബാത്തുലിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പായിട്ടാ കാണുക, അങ്ങനെ കാണും. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി കൊണ്ടും കാന്തപുരത്തിന് അറിയാം ചരിത്രം ആവർത്തിക്കും എന്ന് പറഞ്ഞ ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്ത് എനിക്ക് ആ കൂട്ടത്തിലേക്ക് പങ്കുചേരാം. അതിന് മുമ്പ് 5 കൊല്ലം മുസ്ലിം ലീഗ് ഭരിച്ചപ്പോ ആ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം റിസൾട്ട് വന്ന സമയത്ത് പറഞ്ഞു, അന്ന് വരെ അയാൾ ആർക്കാണെന്ന് പറഞ്ഞില്ല, റിസൾട്ട് വരുന്നത് വരെ പറഞ്ഞില്ല ആർക്കാന്ന്. മലയാള മനോരമയുടെ വാർത്ത വായിക്കുന്ന, വാർത്തയുടെ ഇന്റർവ്യൂ നടത്തുന്ന ഒരാൾ ചോദിച്ചിരുന്നു കാന്തപുരത്തോട്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിലപാട് പറയണം. നിലപാട് പ്രവർത്തകന്മാർക്കറിയാം, ഞങ്ങൾ അവർക്ക് അതിനുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് വിജയിക്കുമ്പോൾ അതെന്റെ വോട്ട് കൊണ്ടാണെന്ന് അവകാശപ്പെടുന്നതല്ലേ, അത് ആവർത്തിക്കാനാണോ തീരുമാനം എന്ന് കോമാളിയാക്കി പത്രക്കാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ ശേഷം ഞാനാണ് ഇന്നാക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുന്ന അവകാശവാദത്തിന് വേണ്ടിയല്ലേ, അതിന്റെ മുമ്പേ ആർക്ക് വോട്ട് ചെയ്യുമെന്ന നിലപാട് പറ. അല്ലാതെ പ്രവർത്തകർക്കറിയാം. അങ്ങനെ UDF അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന സമയത്ത് കാന്തപുരത്തിന്റെ വർത്താനം, കാന്തപുരം പറഞ്ഞു, മുസ്ലിം ലീഗ് 20 സീറ്റിൽ വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും സുന്നികളുടെ വോട്ട് കൊണ്ടാണ്, ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ കൊടുത്തത് കൊണ്ടാണോ ഇത്രയും വലിയ ഭൂരിപക്ഷം? ഞങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് 20 പോയിട്ട് 1 or 2 കിട്ടും, അതിലപ്പുറത്ത് കിട്ടൂല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മൂക്കത്ത് വിരൽ വെച്ചു, ഈ കാക്കാന്റെ പണികൊണ്ടാണ് വിജയിച്ചത്. ബഹുമാനപ്പെട്ട KPA മജീദിന് മറുപടി പറഞ്ഞു. അപ്പൊ 20 ആളുകളെയും ഞങ്ങളാണ് വിജയിപ്പിച്ചത്. UDF അധികാരത്തിൽ വരാൻ കാരണം ഞങ്ങളാണ്. അത് കണ്ട സന്ദർഭത്തിൽ 5 വർഷക്കാലം കൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കുമോ അത്രയും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി കോൺഗ്രസിനോട് മുസ്ലിം ലീഗിനോട് ഒട്ടിച്ചേർന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ വിചാരിച്ചു ഇയാൾക്കൊണ്ടുള്ള ഷർറ് തീർന്നയക്കും, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇയാൾ അടങ്ങി നിൽക്കുമല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചൊരു വലിയ പ്രചരണം, മൂല്യമാരെ വെച്ചുകൊണ്ട് തെറ്റായ പ്രചരണം, വീട് വീടാന്തര കയറി ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്ന പണ്ടത്തെ പരിപാടി തുടങ്ങൂലല്ലോ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പരമാവധി ഇയാളെ പിണക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തീരുമാനിച്ചു. എന്തൊക്കെയായിരുന്നു? ഉമ്മൻചാണ്ടി നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു, മന്ത്രിപ്പട, MLA പട, എല്ലാവരും നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്നുകൊണ്ട് കാന്തപുരം വലിയ ആളാണ്, കാന്തപുരം വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞു, ആ കാട്ടുകള്ളനെ തിരിച്ചറിയണം, അയാളെ മനസ്സിലാക്കണം നിങ്ങൾ, അയാൾ മുടിക്കച്ചവടക്കാരനാണ്. അതുകൊണ്ട് മുടിക്കച്ചവടം നടത്തുന്ന ആളെന്നതിൽ പിണറായി വിജയൻ കാണിച്ച നട്ടല് നിങ്ങൾ കാണിക്കണമെന്ന് ഞങ്ങൾ പലതും പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞിരുന്നു അത് ബോഡി വേസ്റ്റ് ആണ്. ഇപ്പൊ പിണറായി വിജയനാ വലിയ നേതാവ്. ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ കാന്തപുരം കൊണ്ടുവന്ന മുടി ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ വിജയത്തിൽ ആഹ്ലാദിക്കാവുന്ന എന്ത് ധാർമ്മികതയാണ് കാന്തപുരം സുന്നി നിങ്ങൾക്കുള്ളത്? നിങ്ങൾ കൊണ്ടുവന്ന മുടിയാ പറഞ്ഞത്. ഞങ്ങളതിന് മറുപടി കൊടുത്തിരുന്നു അന്ന് പിണറായി വിജയന്. അതെന്നും പറയും, അതെന്നും ഞങ്ങൾ പറയും. അത് പിണറായി അല്ല, ആര് പറഞ്ഞാലും ശരി. പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്ന് അന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾക്ക് മുഴുവൻ കിട്ടട്ടെ മനസ്സിലാക്കി UDFന്റെ കൂടെ നിന്നു. അന്ന് UDFന്റെ MLA-മാരും മന്ത്രിമാരും പുകഴ്ത്തി പറഞ്ഞു. ബഹുമാനപ്പെട്ട ആര്യാട മുഹമ്മദ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, സീനിയർ നേതാവാണ്.
ആര്യാട മുഹമ്മദിൽ കൊണ്ട് കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ആര്യാട മുഹമ്മദിനെ സകല പരിപാടിയിലും പങ്കെടുപ്പിച്ച് അവസാനം ആര്യാട മുഹമ്മദ് കാന്തപുരത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാൻ കാന്തപുരം ഉസ്താദാണ്. മാതാമൃതാനന്ദമയുടെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് ആര്യാടൻ പറഞ്ഞു, മാതാമൃതാനന്ദമയി ആളാണ്. അപ്പൊ രണ്ടാളെ വലിയതാക്കി അവതരിപ്പിച്ചു. കാന്തപുരം വലിയ ആളാണ്. പരമാവധി ബഹുമാനപ്പെട്ട ആര്യാട മുഹമ്മദിനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്താൻ കഴിയും അതൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് അല്പമെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താൻ കാന്തപുരം ശ്രമിക്കൂല. ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയില്ലേ? ആര്യാട മുഹമ്മദ് വിളിച്ചു കാന്തപുരം വിളിച്ചു ആര്യാട മുഹമ്മദിനെ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ പരമാവധി നിലമ്പൂർ മണ്ഡലത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗാണ് പാരവെച്ചത്. മുസ്ലിം ലീഗാ പാരവെച്ച്. ഇയാൾക്ക് അങ്ങനെ ഒരു പണിയുണ്ട്, തമ്മിൽ തെറ്റിക്കുക. ഞാൻ പറഞ്ഞതാ സമയമുണ്ടെങ്കിൽ. മുസ്ലിം ലീഗാണ് പാരവെച്ചത് എന്ന് കോൺഗ്രസിനെ ലീഗിനെയും കൂടി തമ്മിൽ തെറ്റിക്കുക. മലപ്പുറം ജില്ലയിൽ കുറെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കാന്തപുരം സുന്നിയുടെ കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും ലീഗുമായിട്ടൊന്ന് പണങ്ങി കിട്ടണം, അതാ അയാളെ ലക്ഷ്യം. എത്ര കണ്ടുകൊണ്ട് പണക്കാൻ കഴിയുമോ അത്ര കണ്ടുകൊണ്ട് ആൾ മൂപ്പിച്ചെടുക്കും. ആര്യാട മുഹമ്മദിനെ ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ മുസ്ലിം ലീഗ് പാര വെച്ചിട്ടാണ് നിങ്ങളെ മോൻ തോറ്റത്. ആര്യാട മുഹമ്മദ് പറഞ്ഞു, കാക്ക നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും കൂടെ കൂടുതൽ പറയിപ്പിക്കണ്ട, എന്നോടാ കളിക്കുന്നത് എന്നോർമ്മ വേണം. നിങ്ങളുടെ ഉള്ളിൽ തൊട്ടറിയുന്നവനാ ഞാൻ ഇനി അവസരം കിട്ടിയാൽ പച്ചക്ക് നിങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തും. ആര്യാട മുഹമ്മദിന്റെ പ്രതികരണ. എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നുണ്ട്, കിട്ടും. മഞ്ഞളാംകുഴി അലി മൂർച്ച കൂട്ടുക നാവിന്. ഇബ്രാഹിം കുഞ്ഞ് പരമാവധി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിനെ കൊണ്ട് കിട്ടിയ ആനുകൂല്യം, ഒരു വീട്ടിൽ മൂത്രപ്പുര ഉണ്ടാക്കണമെങ്കിൽ കക്കൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്ലോസറ്റും ചോദിച്ചു വരുന്നു മഞ്ഞളാംകുഴി അലിയുടെ വീട്ടിലേക്ക് കാന്തപുരം സുന്നി. എന്നിട്ട് കിട്ടുന്നതൊക്കെ പഠിച്ചെടുത്തിട്ട് മഞ്ഞളാംകുഴി അലിക്കെതിരെ, ഇബ്രാഹിം കുഞ്ഞിനെതിരെ, UDF ആളുകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും അതൊക്കെ വാങ്ങി വെച്ചിട്ട് അവർക്കെതിരെ തിരിഞ്ഞു. ഞങ്ങൾ പറയുന്നത് ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഞങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ആനുകൂല്യങ്ങൾ വാങ്ങിയാലും ആനുകൂല്യങ്ങൾ വാങ്ങിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്നാളെ അനുകൂലിച്ചോ ഇന്നാളെ പ്രതികൂലിച്ചോ പറയാറില്ല. കാന്തപുരത്തിന്റെ പണിയെടുത്താലും മതി, ഞാൻ വിശദീകരിക്കുകയില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആൾ വിജയാഹ്ലാദം പ്രകടിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വിളിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങളുടെ പ്രവർത്തകർ, നിങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങളുടെ പ്രവർത്തകർ. 139 മണ്ഡലത്തിൽ ഞങ്ങൾ UDF-നെ, 138 മണ്ഡലത്തിൽ ഞങ്ങൾ LDF-നെ സപ്പോർട്ട് ചെയ്യും. 2 മണ്ഡലത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്, അതിലൊന്ന് നിങ്ങളുടെ മണ്ഡലമാണ്. ആരോടാ പറയുന്നത്? മറ്റേ മണ്ഡലം പറയൂല. അങ്ങനൊന്നുമില്ല, വെറുതെ തെറ്റാ കണക്ക് ഉണ്ടാക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ MLA-മാരെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകന്മാർ നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് പ്രവർത്തിക്കും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഇതെല്ലാ MLA-മാർ, എല്ലാ മന്ത്രിമാർ, എല്ലാ സ്ഥാനാർത്ഥികളോടും വിളിച്ചു പറഞ്ഞു. ഒരൊറ്റ ഭാഗത്തിനും ഇയാൾ വോട്ട് ചെയ്തിട്ടില്ല. ഇയാളെ കയ്യിൽ വോട്ട് വേണ്ടേ കൊടുക്കാൻ? ഒക്കെ LDF-ന്റെ വോട്ടല്ലേ. ഉള്ളി തൊലിച്ച മാതിരിയാണ് കാന്തപുരത്തിന്റെ വോട്ട് തൊലിച്ചാൽ ഉണ്ടാകുക, അവസാനം ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ജനതാദൾ, മറ്റൊന്ന് INL, കുറച്ച് കോൺഗ്രസ്, കുറച്ച് CPM, CPI, ഇതെല്ലാം മോഹരിച്ചതാൽ അവസാനം കാന്തപുരത്തിൻ്റെതായി ഒന്നും ഉണ്ടാവില്ല. ആ വിധമാണ് കാന്തപുരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ MLA-മാരോട് കളവ് പ്രചരിപ്പിച്ചു. വിജയിച്ചാൽ അഥവാ അതിന്റെ പേരിൽ എഴുതാം എന്നാ മനസ്സിലാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുമ്പ് നമുക്കറിയാമായിരുന്നു. കോഴിക്കോട്ട് അനുഭവം പറയാണ്, മായനാജി പറയുന്നൊരു അനുഭവമുണ്ട്. MK രാഘവൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് രാഘവൻ ഒരു കത്ത്, ആ കത്ത് നേരെ മായനാജിയുടെ കയ്യിലേക്ക് നോക്കി കൊടുത്തു. മായനാജി കവർ പൊട്ടിച്ച് വായിച്ചു നോക്കുന്ന സമയത്ത് മർക്കസിന്റെ ലെറ്റർ ഹെഡിലെ കത്താണ്. ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയതാ. പ്രിയപ്പെട്ട MK രാഘവൻ MP-ക്ക് അച്ചടിച്ച കോപ്പിയാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ, മുമ്പേ ഇയാൾ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. MK രാഘവൻ MP-ക്ക്. AP അബൂബക്കർ മുസ്ലിയാർ എഴുതുകയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാർ സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലം കണ്ടതിൽ നിങ്ങളെക്കാൾ സന്തോഷിക്കുന്നവർ ഞങ്ങളാണ്.
അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു. സുന്നി പ്രവർത്തകരായ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ നിങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരികയും ചെയ്യണം. ഞങ്ങൾ ഉത്തമ പ്രതീക്ഷയോടുകൂടിയാണ് എന്ന് പറഞ്ഞ് ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ ഇത് ഒപ്പിടുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മായനാജിക്ക് ഒരു ഫോൺ, ET മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനിന്ന് വിളിക്കുകയാണ്. ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടുണ്ട് മായനാജി. മായനാജി പറഞ്ഞു, ഞാൻ ആ കത്ത് രാഘവൻ്റെ ഇപ്പോൾ വായിക്കുകയാണ്, നിങ്ങൾക്കും കിട്ടിയോ? അതെ, കിട്ടി. അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് 41 കത്തുണ്ടായിരുന്നു. ആകെ 41 കത്ത്. 40 കത്ത് സ്ഥാനാർത്ഥി UDF വിജയിച്ചാൽ UDFന് കൊടുക്കാം, LDF വിജയിച്ചാൽ LDFന് കൊടുക്കാം, മറ്റേത് കീറിക്കളയാം. അങ്ങനെ വോട്ടെടുന്ന സ്ഥലത്ത് അവരുടെ വളണ്ടിയർമാർ നിൽക്കുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അങ്ങ് കൊടുക്കണം. കറാമത്താ. എന്തിനാ 41? തിരുവനന്തപുരത്ത് O രാജഗോപാൽ ജയിച്ചാൽ BJP കിടക്കട്ടെ. അപ്പം അങ്ങനെ 41 എഴുതി വെച്ചതാ. അങ്ങനെ വാങ്ങല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വിളിക്കാത്തൊരു സദസ്സ് അലങ്കോലപ്പെടുന്നു വിചാരിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് നല്ലൊരു സംഖ്യ 100ൻ്റെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെന്നെ എടുത്തോ. 500ഒക്കെ നന്ന് ഹൈറാണ്. അള്ളാഹു ഹൈറാക്കട്ടെ. അള്ളാഹ് നമ്മുടെ ധർമ്മമൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. അപ്പം ഞാൻ വിശദമായി പറയുന്നില്ല, നമ്മളൊക്കെ കാത്തിരിക്കുന്ന ജാബിർ ഹുദവിയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും MLA-മാരെ വഞ്ചിക്കുകയായിരുന്നു, സ്ഥാനാർത്ഥികളെ വഞ്ചിക്കുകയായിരുന്നു കാന്തപുരം ചെയ്തത്. എന്നിട്ട് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. മഞ്ചേശ്വരത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJPക്ക് അനുകൂലമായ കാന്തപുരം പ്രവർത്തിച്ചത്. മഞ്ചേശ്വരത്ത് റദ്ദുച്ചക്കെതിരെ അബ്ദുൾ റസാഖ് എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തമായി തലക്കെട്ട് കെട്ടിയവൻ താമരക്ക് വോട്ട് പിടിച്ച് സ്ക്വാഡ് വർക്ക് നടത്തിയതിന്റെ തെളിവുണ്ട്. മഞ്ചേശ്വരത്ത് അടുത്ത ദിവസം അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞങ്ങളൊക്കെ. ആ പ്രദേശത്തുകാർക്കിട്ട അമർഷം തീരുകയില്ല. റദ്ദുച്ചക്കെതിരെ താമരയ്ക്ക് വേണ്ടി, സുരേന്ദ്രന് വേണ്ടി പ്രചണ്ഡമായ പ്രചരണം നടത്തുകയായിരുന്നു കാന്തപുരമ്മയുടെ. ഭാരതീയ ജനതാ പാർട്ടിയുമായുള്ള ഇവിടെ ബന്ധം അഭേദ്യമാണല്ലോ. നരേന്ദ്രമോദി ഭരിച്ചിരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ഗുജറാത്തിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചത് ഒരു മുസ്ലിം സംഘടന ഉണ്ടെങ്കിൽ അത് മർക്കഡ് സഖാഫത്ത് സുന്നിയയുടെ AP അബൂബക്കർ മുസ്ലിയാർ മാത്രമാണ്. 5 ലക്ഷം രൂപ നരേന്ദ്രമോദിയുടെ സംഭാവന വാങ്ങിയ ആളാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്. ഇത് ലൈവായ കാണിക്കുന്നത്, ഇത് റെക്കോർഡാണ്. ലോകത്തെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്നാൽ നിങ്ങൾക്കിത് കാണാം, കേൾക്കാം. മർക്കസിനകത്ത് വെച്ചുകൊണ്ട് കേൾക്കാം, അറിയാം. ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്ത് ഗുജറാത്തിൽ നിന്നുകൊണ്ട് 5 കോടി, 5 ലക്ഷമല്ല 5 കോടി രൂപ കാന്തപുരം വാങ്ങി എന്ന് വ്യക്തമായി ഞാൻ പറയുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക. ആർക്ക് വേണ്ടിയാണ് ആ സംഭാവന വാങ്ങിയത്? എന്തടിസ്ഥാനത്തിലാണ് വാങ്ങിയത്? കൊലച്ചോറല്ലേ? നരേന്ദ്രമോദിയുടെ കാട്ടാളിത്തം മറക്കാൻ സാധിക്കുമോ? കുത്തുബുദ്ദീൻ അൻസാരിയെ മറക്കാൻ കഴിയുമോ? 2000 കണക്കിന് പാവപ്പെട്ട നരേന്ദ്രപാടിയ പ്രദേശത്ത് പച്ചക്ക് ചുട്ടിച്ചാമ്പലാക്കപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ മറക്കാൻ സാധിക്കുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP ആയ അൻസാരിയെ റൊട്ടിച്ചുടുന്ന, തന്തൂരി റൊട്ടിച്ചുടുന്ന അടുപ്പിലിട്ടുകൊണ്ട് ചുട്ടിച്ചാമ്പലാക്കിയ നരേന്ദ്രമോദിയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അയാളോട് ഫണ്ട് വാങ്ങുന്നത് കൊലച്ചോറല്ലേ? എന്തടിസ്ഥാനത്തിലാണ്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്ത് ഗുജറാത്തിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ന്യൂനപക്ഷ സമ്മേളനം പങ്കെടുത്ത ഏക സംഘടന AP സംഘടന മാത്രമാണ്. ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ സംഘടനയും പങ്കെടുത്തില്ല. കാന്തപുരം സുന്നി മാത്രമാണ് ആ സമ്മേളനം അവിടെ നടത്തിയത്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടില്ല, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് നടന്നതാ. കാരണം ആ സമ്മേളനം കൊണ്ടാണ് ഹിന്ദി ബെൽറ്റിൽ ഹിന്ദു വോട്ട് നരേന്ദ്രമോദി, ന്യൂനപക്ഷത്തിന്റെ മുസ്ലിം വോട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി കിട്ടാൻ വേണ്ടി ഞങ്ങൾ സമ്മേളനം നടത്തി, ന്യൂനപക്ഷ സമ്മേളനം നടത്തി എന്ന് കാന്തപുരത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ താമരക്കാർ, BJPക്കാർ പ്രചരണം നടത്തിയത്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് കടപ്പുറത്ത് നിരന്തരമായി ബോർഡ് വെച്ചു. ആരുടെ ഫോട്ടോ? നരേന്ദ്രമോദിയുടെയും വാജ്പേയിയുടെയും അദ്വാനിയുടെയും ജനാബ് AP അബൂബക്കർ മുസ്ലിയാരുടെയും ഫോട്ടോ വെച്ചുകൊണ്ടാണ് BJP വോട്ട് വാങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, യുവമോർച്ച കോഴിക്കോട്ട് ബീച്ചിൽ വെച്ച ബോർഡിനെതിരെ എന്റെ കാന്തപുരം ശബ്ദിക്കാത്തത്? യുവമോർച്ച താമരക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ബോർഡുകൾ വെച്ച സമയത്ത് ഞങ്ങളെ പിന്തുണക്കുന്ന സംഘടനകളെ, ഞങ്ങളെ പിന്തുണക്കുന്ന നേതാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫോട്ടോ കാന്തപുരത്തിന്റെ വെച്ചുകൊണ്ട് BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി യുവമോർച്ച എന്ന യുവജന സംഘടന കോഴിക്കോട്ടങ്ങാടിൽ ബോർഡ് വെച്ചപ്പോ എന്തുകൊണ്ട് ആ ബോർഡ് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞില്ല? അതിനർത്ഥം എന്താ? BJPയുമായുള്ള കാന്തപുരത്തിന്റെ ബന്ധമാണ്. ആ ബന്ധമാണ് ജനാബ് AP അബൂബക്കർ മുസ്ലിയാർ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പല ഭാഗത്തും BJPക്ക് ഇല്ലാത്ത വോട്ട് കിട്ടാനുള്ള കാരണം. കാന്തപുരത്തിന്റെ പിൻബലമുണ്ട്, ചില ആളുകളുടെ പിൻബലം വേറെയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കടക്കുന്നില്ല. കാന്തപുരത്തെ പോലെ വേറൊരാളുണ്ടല്ലോ, ഹിന്ദു വോട്ട് മറിച്ചു കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന കോമാളി. ആ വെള്ളാപ്പള്ളി നടേശൻ, ഞാൻ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ ആദ്യം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഞങ്ങളെ വിജയിപ്പിച്ച അവകാശവാദവുമായി ഞങ്ങളാളായി ഇനി കുറച്ച് ആളുകൾ കടന്നു വരാനുണ്ട്, ഈ അയലത്തേക്ക് അടുക്കണ്ട. അത് കാന്തപുരത്തെ ഉദ്ദേശിച്ചാണ്. അതേപോലെ തന്നെ NSSനെ ഉദ്ദേശിച്ചാണ്. അതേപോലെ തന്നെ SNDPയും ഉദ്ദേശിച്ചാണ്. ഇങ്ങനത്തെ മതസംഘടനകൾ അവകാശവാദവുമായി വരണ്ട എന്നാണ് പിണറായി വിജയൻ്റെ താക്കീത്. കാണാം നമുക്ക്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ബോഡി വേസ്റ്റ് പറഞ്ഞ ആളെ പിണറായി. ബോഡി വേസ്റ്റ് പറഞ്ഞ ആളിൽ നിന്ന് കൊണ്ട് എന്താ കിട്ടുകയെന്നറിയാലോ? കാണാം. 5 കൊല്ലം കൊണ്ട് UDFനോട് കിട്ടാവുന്നതൊക്കെ വാങ്ങിയിട്ട് ഇനി LDFിലാവുള്ളത് മനസ്സിലാക്കി ആളെ കൂടെ പോയതല്ലേ? അനുഭവിച്ചോ? കാണാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നു, മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു വരികയാണ്. മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് എന്ന സമയത്ത് എന്താ കാന്തപുരത്തിന്റെ പ്രഖ്യാപനം? ആ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ കാന്തപുരം പറഞ്ഞു, പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, അയാൾ കൊലയാളിയാണ്. കല്ലാങ്കുഴി കൊലപാതകവുമായി ഒരു ബന്ധവുമില്ല ശംസുദ്ദീന്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശംസുദ്ദീന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം മണ്ണാർക്കാട്ട് MLA ആണ്. മണ്ണാർക്കാട്ട് പ്രദേശത്തല്ല, കല്ലാങ്കുഴി എന്ന പ്രദേശം എന്റെ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിൽ നിന്ന് കൊലപാതകം നടന്നത് കുടിപ്പകയാണ്. ഒരു നല്ല മനുഷ്യൻ അവിടെ കൊല്ലപ്പെട്ടു. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തെ കൊന്ന കൊലയാളികൾ നാട്ടിലിറങ്ങി വിലസി നടക്കുന്നത് കണ്ടപ്പോൾ മക്കൾക്ക് ദഹിച്ചില്ല. മക്കളും അനിയന്റെ മക്കളും ചേർന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ടാണ് ഒരു സംഘടനമുണ്ടാക്കിയപ്പോൾ ആ കൊലയാളികൾ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട 2 ആളുകളിൽ ഒരാള് വ്യക്തമായ പ്രതിയാണ്, മറ്റേ കൊലപാതകത്തിലെ പ്രതിയാണ്. മറ്റൊരാള് അദ്ദേഹത്തിന്റെ ഭാര്യയെ ബാത്റൂമിലിട്ടുകൊണ്ട് മണ്ണനൊഴിച്ചുകൊണ്ട് പച്ചക്ക് ചുട്ടു കൊന്നവനാണ്. ബല ഷഹീദ്, ശുഹദാക്കളാണ്. ബദർ ശുഹദാക്കളെ, ഉഹദ് ശുഹദാക്കളെ പോലെ അവതരിപ്പിക്കുന്നത്. ഒരാള് കൊന്നൊരാള്, മറ്റൊന്ന് തൻ്റെ ഭാര്യയെ കൊന്ന ആള്. ഇവർക്ക് എന്താണ് ധാർമ്മികത ഉള്ളത്? ഏതായിരുന്നാലും കൊല്ലപ്പെട്ട മനുഷ്യന്മാർ മരിച്ചല്ലോ, അള്ളാഹു അവർക്ക് മൗഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഞങ്ങൾ അവരെ എതിർക്കാൻ തയ്യാറല്ല. പക്ഷെ അവരെ വെച്ചിട്ട് ഈ മാതിരിയുള്ള തമ്മാടിത്ത പ്രചരണം പാടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഷഹീദാണ് അവർ 2 ആളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കൊന്ന കൊലയാളികളെ കൂട്ടുനിന്നവനാണ് ശംസുദ്ദീൻ എന്ന് പ്രചരിപ്പിച്ചത്. ശംസുദ്ദീൻ അത് അറിയില്ല. 2 കൊലയാളികളെ കൊന്നതിന്റെ പേരിൽ 27 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 27 ആളുകൾ 3 മാസത്തിലധികം റിമാൻഡിലായി. അവസാനം ഹൈക്കോടതി അവർക്ക് ജാമ്യം കൊടുത്തു. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന, വിചാരണ വന്നാൽ കുറ്റക്കാരെന്ന് ബോധ്യപ്പെട്ടാൽ അവർ ശിക്ഷിക്കും. ഒരുപക്ഷെ ജീവപര്യന്തം വരെ കിട്ടാൻ സാധ്യതയുള്ള വലിയ ശിക്ഷയോട് കൂടിയുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതിലെന്താ ശംസുദ്ദീന് ബന്ധം? കേരള ഗവൺമെന്റിന് വല്ല, കേന്ദ്ര ഗവൺമെന്റ് ബന്ധമല്ല, അത് ജുഡീഷ്യറിയാണ്, കോടതിയിലാണ്. ഒരു ബന്ധവുമില്ലാത്ത ശംസുദ്ദീനെ കുറിച്ച് പറഞ്ഞ അയാൾ കൊലയാളിയാണ്. ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? ശംസുദ്ദീന് വ്യക്തമായി തന്നെ പറഞ്ഞു, ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. ശംസു ഒരു വേറെ കുറ്റം ചെയ്തിട്ടുണ്ട്. 42 അട്ടപ്പാടി ആദിവാസി കോളനിയിലെ പാവപ്പെട്ട നിരപരാധികളായ യതീം കുട്ടികളെ ഒരു സഖാഫി പീഡിപ്പിച്ചു. ജമീല എന്ന് പറയുന്ന കൂട്ടാളി ജമീല കൂട്ടിക്കൊടുപ്പുകാരിയാണ്. ഒരു മനുഷ്യനെ, പാവപ്പെട്ട യതീം കുട്ടികൾ നമ്മൾ ചേർത്താക്കുന്നത് വീട്ടിൽ യതീമായതുകൊണ്ട്, വാപ്പല്ലാത്തത് കൊണ്ട് ഒരു നാഥനെ കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 42 യതീം കുട്ടികളെ പീഡിപ്പിച്ചു. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടല്ലോ ആ കാര്യം. അങ്ങനെ 42 യതീം കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, ആളെ ജയിലിലടച്ചു. ഒരു രക്ഷയുമില്ലാതെ വന്ന സന്ദർഭത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശംസുദ്ദീനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, MLA നിങ്ങളതിൽ ഇടപെടണം, മുസ്തഫ സഖാഫിയെ രക്ഷപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ പറഞ്ഞു,
സാർ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, യത്തീം കുട്ടികളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ ഒരക്ഷരം ശുപാർശ ചെയ്യാൻ ഞാൻ ചെലവഴിക്കില്ല. ഉറപ്പിച്ചവർ. ആ ദേഷ്യമാണ് കാന്തപുരത്തിന്, ആ ദേഷ്യമാണ് കാന്തപുരത്തിന്, ആ ദേഷ്യമാണ് AP സുന്നിക്കുള്ളത്. ആ ദേഷ്യം തീർക്കുകയാണ് ഈ പേരിലൂടെ. യത്തീം കുട്ടികളെ പീഡിപ്പിച്ചത് കൊണ്ട് പീഡിപ്പിച്ചവരെ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് പരാജയപ്പെടുത്തുന്ന പറയാൻ പറ്റൂല. അപ്പോൾ വേറെ നാടകം ഉണ്ടാക്കിയതാ ഈ കൊലപാതകം, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ആ സമയത്ത് ശംസുദ്ദീൻ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കൊലയാളികളെ രക്ഷപ്പെടുത്തിയിട്ടില്ല, കല്ലാങ്കുഴി കൊലപാതകവുമായി എനിക്ക് ബന്ധമില്ല. പക്ഷെ എനിക്ക് ബന്ധമുള്ള കാര്യമുണ്ട്. യത്തീംഖാന, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട യത്തീംഖാനയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച പ്രതിയെ ശിക്ഷിക്കാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വ്യക്തമായി പറയുന്നു, 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും യത്തീം കുട്ടികളെ പീഡിപ്പിച്ചവർക്ക് ഞാൻ കൂട്ടുനിൽക്കുന്ന പ്രശ്നമില്ല. അതാണ് നട്ടലുള്ള ആൺകുട്ടി. അത് പറഞ്ഞപ്പോൾ SKSF ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫിയെ പോലുള്ള ആളുകൾ ഞങ്ങളെ പലപ്പോഴും വിളിച്ചുകൊണ്ട് പറഞ്ഞു, AP ഇങ്ങനെ ശംസുവിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്, അയാൾക്ക് പണി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശംസുവിൻ്റെ നിലപാട് അറിയട്ടെ. ശംസു നട്ടൽ നിവർത്തി കാര്യങ്ങൾ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, അത്തരം ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു സഹായം ചെയ്തു കൊടുക്കില്ല. അതാണ് ആണത്വം. അപ്പോൾ SKSF ഇറങ്ങി. ഒരു നിരപരാധി മനുഷ്യൻ അങ്ങനെ വേട്ടാടാൻ പാടുണ്ടോ? കാന്തപുരം സുന്നികളുടെ പണിയെടുത്താൽ മതി. അവർ ഈ കാര്യത്തിൽ ഇറങ്ങി വരുന്നത് ശരിയല്ല. ഒരു മനുഷ്യനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തുക. അപ്പോൾ ഞങ്ങൾ ഒരു ബൂത്തിൽ 10 വീതം SKSFിൻ്റെ പ്രവർത്തകന്മാരെ വെച്ചുകൊണ്ട് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തു. ഞാനും സമടുപ്പ് കൂട്ടരും ഒക്കെ അവിടെ പോയി താമസിച്ചു. കാന്തപുരം സുന്നി ഒരു സ്ഥലത്ത് വോട്ട് പിടിക്കാൻ വരുന്നത് എങ്ങനെയാ? അവിടെ വന്നുകൊണ്ട് സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ കൊലയാളിയായ ശംസുദ്ദീനെ പരാജയപ്പെടുത്തണം, അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശുഹദാക്കളായ ഇന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ വോട്ട് അരിവാൾ കബീറിന് നൽകണം, CPI നൽകണമെന്ന് പറഞ്ഞു. വന്നത് മൂല്യന്മാരല്ലേ, അതുകൊണ്ട് സ്ത്രീകൾ വല്ലാതെ തർക്കത്തിൽ നിന്നില്ല. ആയിക്കോട്ടെ മൂല്യരെ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. സത്യം ചെയ്യണം, ഖുർആൻ തൊട്ട് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം മുസഫ് നിവർത്തി കൊടുത്തപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, മൂല്യാരെ എനിക്കിപ്പോൾ മുസഫ് തൊടാൻ പറ്റിയ സമയമല്ല. അതൊക്കെ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല, അപ്പം തൽക്കാലം അങ്ങനെ ആക്കിയാൽ മതി എന്ന്. അതിനൊക്കെ ഫത്വണ്ടവർക്ക്. SKSF ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല, ഇത് കപട നാടകമാണ്, ശംസു ആ തെറ്റ് ചെയ്തിട്ടില്ല. കാന്തപുരത്തെ നമ്മൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇത്തവണ നിങ്ങളുടെ വോട്ട് കാന്തപുരത്തിനെ തിരിച്ചടിക്കാൻ വേണ്ടി കോണി ചിഹ്നത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാകൂ എന്ന് CPMന്റെ വീട്ടിൽ പോയി പോലും SKSFുകാർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചതാണെന്ന് പറയേണ്ട, ഞങ്ങൾ കാന്തപുരത്തൊന്ന് തറ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, ആ ചെയ്ത പണിയാണ്. അതിന് ഫലമുണ്ടായി. എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയിരുന്നത്, ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. അവസാനം വീണിതല്ല കിടക്കുന്നു ധരണിൽ ശോണിതം വിട്ട് അയ്യോ ശിവ ശിവ എന്നൊരു കവി പറഞ്ഞ പോലെ ഇനി നാണം കെടാൻ ബാക്കിയില്ല. ആ കാര്യങ്ങളൊക്കെ പറയാൻ ബഹുമാനപ്പെട്ട ജാബിർ ഹുദ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, എന്തൊക്കെയാണ് അവരുടെ തിരിച്ചടി കിട്ടിയത് എന്നതൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു നിലക്കും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല. പക്ഷേ ഹക്കിനെതിർത്ത് ബാത്തുലിനെ സുന്നികളുടെ മതപണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ SKSFിൻ്റെ പ്രവർത്തകർ ജാഗ്രതയോടെ ഉണ്ടാകും. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും കാന്തപുരത്തെ തിരിച്ചറിയണം. ഇയാൾ തനി കാപട്യമാണ്, ഇയാൾ വിശ്വസിക്കാൻ കഴിയില്ല. അത് CPMകാർക്കും ബോധ്യമാകും. അടുത്തു തന്നെ കുറേയൊക്കെ അവർക്കും ബോധ്യപ്പെട്ടു. എല്ലാ സംഘടനകളും അവരെ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് കാന്തപുരം സുന്നിയോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഇനിയെങ്കിലും നിങ്ങൾ മതപ്രബോധനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക, രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് രാഷ്ട്രീയക്കാരുടെ പണിയാണത്. അവർ പറയേണ്ട പണി അവർ പറഞ്ഞോളും. വിജയിപ്പിക്കുകയോ പരാജയപ്പെടുകയോ ആരോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വോട്ടാർക്കോ ചെയ്തോ, ഇനി CPMന് തന്നെ ചെയ്തോ, നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് പണ്ഡിത സംഘടനകളെയും പണ്ഡിതന്മാരെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണം നടത്താൻ പാടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.